ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ പരിസരാട്ടോ അത്. പരിസരമൊക്കെ വാടങ്ങട്ട് അടിച്ചു വരാനായിന് പൂത്തരട്ട വെച്ചാതിരിയാണ്. ഇല ഇങ്ങോട്ട് തൊയ്ഞ്ഞിട്ട് റബ്ബറിൻ്റെ ഇല ഇങ്ങോട്ട് തൊയ്ഞ്ഞിങ്ങട്ടെ എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ഇത് കണ്ടില്ലേ, റബ്ബറിൻ്റെ ഇല തൊയ്യുന്ന സമയമാണിപ്പോൾ. ഇത് നന്നായിട്ടൊന്ന് അടിച്ച് വാരി തന്നെ വേണം. അടിച്ച് വാരിയിട്ടും കാര്യമില്ല, ഇങ്ങനെ ഇല തൊയ്ഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ അടിച്ചു തരുന്നതിനനുസരിച്ച് നമ്മളെ കൂടെ ബേക്കിൽ ഇങ്ങനെ പാറിക്കൊണ്ട് ഇല ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ റോഡൊക്കെ ഒന്ന് അടിച്ചു തരാനായിട്ടുണ്ട് കേട്ടോ. അതുവരെ നല്ല മഴയാണ്. ഇന്നിപ്പോൾ ഒന്ന് വെയിലിറക്കിനെ കാണുന്നുണ്ട്. അപ്പോൾ കുറേ അലക്കിയതൊക്കെ മുറ്റത്തിട്ട് പിന്നെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ചൂലില്ല. നമ്മളെ ചൂരൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് നിലത്ത് കടന്ന് നമ്മൾ അടിച്ചു തരേണ്ടി വരും. അങ്ങനെ ഞാൻ വേഗം പോയി, അടിച്ചു വരാതെക്കാൻ പറ്റില്ലല്ലേ, വേഗം പോയി താഴെ പോയിട്ട് ഒരു ചൂല് വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പോൾ അതിനൊരു ഇവിടെ നടുവിലൊരു കെട്ട് കെട്ടണം, എന്നാലാണ് ഒരു മുറുകമുള്ളൂ. എനിക്ക് അടിച്ചു വരാൻ ഏറ്റവും ഇഷ്ടം പട്ടച്ചൂലാണ്. പട്ടച്ചൂലിനോട് അടിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞോ, നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് പറ്റിച്ച് ഇങ്ങോട്ട് അടിച്ചു തരാം. അപ്പോൾ അതിനോടാണ് ഈ ക്ലീനിങ് ആല് നല്ലോണം ക്ലീൻ ആവും. എനിക്കാണ് ഈ ഈർക്കിളിച്ചൂലിനോട് അടിച്ചു തരുന്നത് എനിക്കിങ്ങോട്ട് അറിയില്ല. അതിനോട് അടിച്ചു തരാൻ ഇങ്ങോട്ട് ഒരു വൃത്തിയാവില്ല. എനിക്ക് പട്ടച്ചൂലിനോട് അടിച്ചു തരാനാണ് വൃത്തിയാവുക. അപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വേഗം ഓടിപ്പോയി ഞാനൊരു ചൂല് വാങ്ങി കൊണ്ടുവന്ന് ഇനി ഒന്നിട്ട് അടിച്ചു തരട്ടെ. മുറ്റമൊക്കെ വാടങ്ങട്ട് നാശമായിന്. ഇതുവരെ നല്ല മഴയാണ്, ഇപ്പോൾ ഒരു വെയിലിറക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വാരി ക്ലീനാക്കി ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ വെയിലിറക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ അലക്കിയത് ഒക്കെ മുറ്റത്ത് എങ്ങനെ ഇട്ടണം, ഒക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം. അപ്പം ഞാൻ ഒന്നായിട്ടൊന്ന് അടിച്ച് വരട്ടെ കേട്ടോ. നമ്മൾ ഈ ചെടീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് വരണം. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അടിച്ച് വരുന്നതാണ് ചെടീൻ്റെ അടുക്കിലൊക്കെ. പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ ഒന്ന് അടിച്ച് വരട്ടെ വിചാരിച്ച്. ഇതിപ്പോൾ അടിച്ച് വരാൻ നിന്നാൽ 1 മണിക്കൂർ ടൈം ഉണ്ട് കേട്ടോ നമുക്ക് അടിക്കണമെങ്കിൽ. അതിനത്ര ഇല തൊഴിഞ്ഞിട്ട് അടിച്ച് വരെ അങ്ങോട്ട് കിട്ടൂല. അപ്പം ഞാനൊരു അങ്ങനെ അടിച്ച് തരട്ടെ കേട്ടോ. അതുപോലെ പിന്നെ അവിടെ ഇങ്ങനെ നിലത്ത് കണ്ടില്ലേ ഒരു കറുപ്പ് സീറ്റ് ഇട്ടെങ്കിൽ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ മതിലിടിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കറുപ്പ് സീറ്റ് ഇട്ടതിന് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇലകൾ തൊഴിഞ്ഞെടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ക്ലീനാക്കി ഇങ്ങോട്ട് എടുക്കണം. അതുപോലെ പുല്ലും നന്നായിട്ട് നിറഞ്ഞു. മഴ ചെയ്താൽ വേഗം പുല്ല് നിറയല്ലോ. പിന്നെ ഞങ്ങളെ വേക്ക് ഭാഗത്തൊക്കെ ഒരു മതിലാണ്. ആ മതിൽമലൊക്കെ ഇങ്ങോട്ട് വേഗം പുല്ല് നിറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കണം വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവാഞ്ഞിട്ട് ഉമ്മനെ കാണാഞ്ഞിട്ട് ഭയങ്കര ഒരു മനസ്സിനൊരു ഇടങ്ങേറ് കേട്ടോ. ഉമ്മനെ കാണണമെന്ന് വിചാരിച്ചാൽ ഞാൻ അന്നേരം എന്ത് പണി ഉണ്ടെങ്കിലും അത് പണിയൊക്കെ അടട്ടിച്ചിട്ട് ഞാൻ വേഗം അവിടെ പോകും കേട്ടോ. അപ്പം ഇങ്ങനെ അടിച്ചു തരുമ്പോൾ എനിക്ക് ഉമ്മൻ്റെ അടുത്ത് പോയാലോ എന്നിങ്ങനെ ഇങ്ങനെ മനസ്സിൽ വല്ലാത്തൊരു തേങ്ങര്. അപ്പോൾ കാക്ക പണിക്ക് പോണ സമയത്ത് കാക്കനോട് അന്നേരം അങ്ങോട്ട് ചോദിക്കാം, ഞാനും കൂടെ പോരുന്നുണ്ട് എന്ന് പറഞ്ഞു നോക്കിയാലേ വിചാരിച്ചട്ടെ. അപ്പം ഞാൻ എന്താ അങ്ങനെ അടിച്ചേരിക്കൊണ്ട് നിൽക്കുകയാണ്. അടിച്ചേരും പിന്നെ എന്നിട്ട് എനിക്ക് ഈ ഈർക്കിളിച്ചൂലിനോട് അടിച്ചേരിയിട്ട് നന്നായില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ നമ്മളാ കുറ്റിച്ചൂലുണ്ടല്ലോ പട്ടൻ്റെ, അതെടുത്ത് പിന്നെ അതിനോട് തന്നെ അടിച്ചേരി കേട്ടോ. അതിനോട് അടിച്ചേരുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഇടയിലുള്ള അലക്കിയതുണ്ട്, ഉണങ്ങിയത് ഇങ്ങനെ എടുത്ത് ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മഴ ചെയ്താലോ എന്ന് വിചാരിച്ച്. കണ്ടില്ല, അതാ ഈ ദാർപ്പായൊക്കെ വിരിച്ചേ, ഈ ഷീറ്റ് വിരിച്ചതിൻ്റെ ഉള്ളിലൊക്കെ ഇല തൊഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഈ കൊതുകൊക്കെ മുട്ടിടും എന്നുള്ളൊരു പേടിയാണല്ലോ. അതൊക്കെ ഇനി ചെടീൻ്റെ ചട്ടിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ മറിച്ചൊന്ന് ഒഴിവാക്കണം. ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് ഇങ്ങോട്ട് വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ട് വേണം നമ്മളെ ബേക്ക് ഭാഗത്ത് പോവാൻ. അവിടെ ഒന്ന് അടിച്ചു തരാമെന്ന് വിചാരിച്ചായിട്ട് എല്ലായിടത്തും ഒന്ന് അടിച്ചു തരിട്ടെ. മുകളിൽ ഷീറ്റിനും പിന്നെ അതുപോലെ വാർപ്പിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ടോയെന്ന് അതൊക്കെ നോക്കണം. അപ്പോഴാണ് കാക്ക പറഞ്ഞ് ഞാൻ പണിക്ക് പോകാനായിന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പോരുന്നുണ്ടെങ്കിൽ പോന്നോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അത് കേട്ട പടീനെ ഒന്നും നോക്കിയില്ല, അടിച്ചു തരലൊക്കെ അവിടെ നിർത്തി. അലക്കിയതൊക്കെ മുറ്റത്തിട്ട് ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് കാക്കൻ്റെ കൂടെ വേഗം ഇങ്ങോട്ട് വണ്ടിമ്മ കയറി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പണിയൊന്നും നോക്കില്ല, ഒക്കെ അവിടെ ഇട്ടിച്ച്. എന്താ ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുക എൻ്റെ വീട്ടിൽ കേട്ടോ. ഇത് നമ്മളെ മുക്കം വെൻ്റ് പൈപ്പിൻ്റെ അവിടെ എത്തിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ അവിടെയൊക്കെ ഇതാ പുഴയൊക്കെ ഫുള്ളായിട്ട് നിറഞ്ഞിന്, വയലിലൊക്കെ വെള്ളം കയറിന്. ഒന്നും നോക്കില്ല, വേഗം വീട്ടിലേക്കോട്ട് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.